നിർമ്മല എന്ത് പറ്റി? എന്താ അമ്മ? അയ്യോ അമ്മ. എന്താ സുഖം. മേഘങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകി 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 നടക്കുന്നത് പോലെ. മാണിക്കുഞ്ഞേ, അമ്മായി നോ. സുമിത്ര അവൾക്ക് പ്രത്യേകം പായസം മാറ്റി വെച്ചിരിക്കുക. അത് നമുക്ക് നന്നായി. ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. നോക്ക് നോക്ക്. ഇളക്കിക്കോ അമ്മേ, ഒരു സംശയം തോന്നാൻ പാടില്ല. വിഷുക്കണി വരെ അവൾ താങ്ങും. പക്ഷേ ഇനിയുള്ളതാണ് കളരിക്കലെ യഥാർത്ഥ വിഷു. ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അവൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചെറിയ കളിയൊന്നും ആയിരിക്കില്ല. ഗാഥമോൾ എവിടെ? ആ പായസം എടുത്തില്ലേ കുട്ടി? നിർമ്മലേ, ആ പായസം എടുത്ത് എല്ലാ ഗ്ലാസ്സിലേക്ക് ഒന്ന് പകർന്നു വെച്ചൂടെ? ഇതൊക്കെ ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? ഓ സുമിത്രേ, ഇതിലെന്തെങ്കിലും അളവ് നിശ്ചയിച്ചിട്ടുണ്ടോ? ഇതിലെന്തെങ്കിലും ക്രമം ഉണ്ടോന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പൊ ഞങ്ങൾ എടുത്തിട്ട് വേണം അമ്മയുടെ ചീത്ത കേൾക്കാൻ. നല്ല കാര്യങ്ങൾ ചെയ്താ ഞാൻ ചീത്ത പറയില്ല നിർമ്മലേ. എന്നാ ഞങ്ങള് ചെയ്തോളാം. ആ പായസം ഇങ്ങെടുത്തേ. മോളെ, ഈ പായസം കുടിച്ചേ. അമ്മേ, അമ്മയ്ക്കും കൂടി കുറച്ച് പായസം എടുക്കട്ടെ? പായസം കുടിക്കേ. നവീന് ഞാൻ കൊണ്ടു കൊടുക്കട്ടെ അമ്മായി? അതൊന്നും വേണ്ട, അവരെല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ. ഞാനേ ഉദയേട്ടനെ ചെന്ന് വിളിച്ചിട്ട് വരാവേ. പായസമൊക്കെ ഉണ്ട്. എന്തായാലും ഇത്തവണത്തെ വിഷുക്കണി ഗംഭീരമായി. അച്ഛന് പായസം എടുത്തു കൊടുക്ക്. എന്തുകൊണ്ടും ഇന്നത്തെ വിഷു ഗംഭീരായ പിള്ളയാ. ഈ പായസത്തിന്റെ രുചിയാ ഗംഭീര. പായസം എന്ന് പറഞ്ഞാൽ ഇതല്ലേ പായസം. ഭാഗ്യം, ഒരു വിഷു ദിവസമായിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളയാ, പക്ഷെ ആരെയും കേൾക്കാത്തുണ്ടാ. അയ്യോ, ഗാഥമോൾ എന്താ കുടിക്കാത്തെ? അത് തന്നെ, സത്യം പറഞ്ഞാ ഗാഥയല്ലേ കുടിക്കണ്ടേ? അതെന്താ അമ്മായി, ഗാഥ ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു അല്ലേ? മാത്രമല്ല ഗാഥ ഉണ്ടാക്കിയ കണി, ഗാഥ ഉണ്ടാക്കിയ പായസം, അപ്പൊ പിന്നെ ഗാഥ തന്നെ ഒന്ന് രുചിച്ചു നോക്കട്ടെ. എന്തു പറ്റി?
അച്ഛനും മോളും ഒക്കെ വലിയ കുഴപ്പമില്ലല്ലോ രാവിലെ തന്നെ. ഇത്തവണത്തെ വിഷുഫലം ഒന്ന് നോക്കാം മുത്തശ്ശി. എല്ലാം ഒന്ന് തിരിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഒന്ന് പോ നവീനെ. ശ്ശോ, നന്നാവാൻ നോക്കിയാലും സമ്മതിക്കില്ലെന്ന് വെച്ചാ എന്ത് ഓ ചെയ്യും? ഓ അയ്യോ എന്റെ ഗാതമോളെ, സത്യം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ഭക്തി ഇതൊക്കെ ഒരുക്കാനുള്ള സാമർഥ്യമൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഒരല്പ അസൂയ അമ്മായി കൊണ്ട് കേട്ടോ. അയ്യോ, ഞാൻ അസൂയെന്ന് പറഞ്ഞത് സന്തോഷത്തിലാണേ. അത് അമ്മായി എടുത്തു പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിലേ ആൾക്കാർ തെറ്റിദ്ധരിച്ചാലേ. ഓ ഓ മോള് കഴിക്കുന്നേ, മോള് മനസ്സ് നിറഞ്ഞ് കഴിക്കുന്നത് അമ്മായി ഒന്ന് കാണട്ടെ. കുടിക്ക്. അമ്മായി ഇത്ര നിർബന്ധിച്ചാല് ഞാൻ എങ്ങനെയാ കഴിക്കാതിരിക്കുന്നേ? അമ്മായി കുടിക്കുന്നില്ലേ? ആ പിന്നെ ഇനിയല്ലേ ഞാൻ പായസം കുടിക്കേണ്ടത്. കുടിക്ക് കുടിക്ക് കുടിക്ക്, എല്ലാരും പായസം കുടിക്ക്. അയ്യോ അമ്മേ, അമ്മേ, ഏ? എന്താ അമ്മേ, എന്തു പറ്റി? ഓ, ഇത്രയും മധുരമുള്ള പായസം ഒറ്റ വലിക്ക് കുടിച്ചല്ലേ, ചിലപ്പോ തലക്ക് പിടിച്ചിട്ടുണ്ടാവും. ആ, അതാണ്. എന്തു പറ്റി അമ്മേ? നിർമ്മലേ, അമ്മേ, നിർമ്മല എന്തു പറ്റി? നിർമ്മലേ, നിർമ്മല എന്തു പറ്റി? നിർമ്മല എന്തു പറ്റി? എന്താ അമ്മ? അയ്യോ അമ്മ, എന്താ സുഖം. മേഘങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകി 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 നടക്കുന്നത് പോലെ. മാളിക്കുഞ്ഞേ, അമ്മായി നോ. അമ്മ, എന്താടി മോളെ? അയ്യോ, ഈ ജീവിതം എന്ന് പറഞ്ഞ എന്ത് സുഖാന്നറിയോ? നമ്മള് സന്തോഷിക്കാണെന്നുണ്ടെങ്കിലേ ദേ ഇതുപോലെ സന്തോഷിക്കണം, അല്ലേ ഉദേട്ടാ? ഇപ്പൊ എന്റെ സന്തോഷം എന്താണെന്ന് പറഞ്ഞ നിങ്ങക്ക് മനസ്സിലാവില്ല. ഉദേട്ടാ, മൈ ഡിയർ ഉദേട്ടാ, മൈ ഡിയർ ഉദേട്ടാ.